പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മുൻ മുഖ്യമന്ത്രിയും അണ്ണാ DMK സ്ഥാപകനുമായ MGRന്റെ അടുത്ത അനുയായിയായിരുന്ന 1953 MGRന്റെ സഹായിയായി എത്തി പിന്നീട് MGR പിക്ചേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ പദവി വഹിക്കുകയും ചെയ്ത RM വീരപ്പനെ കുറിച്ച്. RM വീരപ്പനെ കുറിച്ച് ഒരു റിയൽ സ്റ്റോറിയിൽ കാര്യങ്ങളെല്ലാം പൂർണ്ണമാകുമോ എന്നറിയില്ല. എന്നാലും നമുക്കറിയാൻ കഴിയുന്ന ഒത്തിരി വിവരങ്ങൾ RM വീരപ്പനെ കുറിച്ച് പ്രേക്ഷകർക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. തമിഴ്നാട്ടിലെ മുതിർന്ന ദ്രാവിഡ രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനാണ് RMV എന്നറിയപ്പെടുന്ന RM വീരപ്പൻ. 70കളിലും 80കളിലും AADMK രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പുതുക്കോട്ട ജില്ലയിലെ വല്ലാതിരക്കോട്ടൈ ഗ്രാമത്തിലാണ് വീരപ്പൻ ജനിച്ചത്. 1953 MGRന്റെ സഹായിയായി ചേർന്ന RM വീരപ്പൻ വൈകാതെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി. അദ്ദേഹത്തിന്റെ അക്കൗണ്ടന്റായി ഉയർന്ന വീരപ്പനെ MGR പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചിരുന്നു. RM വീരപ്പൻ പിന്നീട് സത്യ മൂവീസ് തുടങ്ങുകയും നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. DMK വിട്ട് 1972 MGR അണ്ണാ DMK തുടങ്ങിയപ്പോൾ വീരപ്പൻ പ്രധാന സംഘാടകരിൽ ഒരാളായി, ഒരു പോരാളിയായി. പാർട്ടി രൂപവൽക്കരണത്തിന് MGR ഫാൻസ് ക്ലബ്ബുകളെ ഏകോപിപ്പിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. AADMK പാർട്ടി രൂപീകരണത്തിനായി MGR ഫാൻസ് ക്ലബ്ബുകളെ ഏകോപിപ്പിച്ച സംഘടനയുടെ ശില്പി തന്നെയായിരുന്നു വേണമെങ്കിൽ അദ്ദേഹം എന്ന് പറയാം. 1984 MGR അനാരോഗ്യം മൂലം പ്രചാരണം നടത്താൻ കഴിയാതെ വന്നപ്പോൾ RM വീരപ്പൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു. MGRന്റെ മരണത്തിന് ശേഷം അണ്ണാ DMK രണ്ടായി പിളർന്നപ്പോൾ 98 MLA-മാരുടെ പിന്തുണയോടെ MGRന്റെ ഭാര്യ ജാനകിയെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഭിന്നത പരിഹരിക്കപ്പെട്ട ശേഷം വീരപ്പനെ അണ്ണാ DMKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാക്കി. MGRന്റെയും ജാനകിയുടെയും ജയലളിതയുടെയും നേതൃത്വത്തിലുള്ള സർക്കാരുകളിൽ 1977 മുതൽ 1996 വരെ അദ്ദേഹം മന്ത്രിയായിരുന്നു. 91 ജയലളിത ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ വീരപ്പനെയും മന്ത്രിയായി ഒപ്പം നിർത്തി. പിന്നീട് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു മന്ത്രി പദവിയിൽ നിന്ന് ജയലളിത വീരപ്പനെ നീക്കിയത്. 1996 അവസാനത്തിൽ വീരപ്പൻ MGR കഴകം എന്ന പേരിൽ സ്വന്തം പാർട്ടി തുടങ്ങി, സ്വപ്നതുല്യമായ പാർട്ടി. 1926 സെപ്റ്റംബറിൽ പുതുക്കോട്ട് ജില്ലയിലെ വല്ലത്തിരക്കോട്ടയിൽ ജനിച്ച വീരപ്പൻ കലയോടുള്ള താല്പര്യം മൂലം പഠനം നിർത്തി TKS ബ്രദേഴ്സിന്റെ നാടക സംഘത്തിൽ ചേർന്നു. 1945 പെരിയാറിന്റെ സഹായിയായിരിക്കെയാണ് DMK സ്ഥാപകൻ CN അണ്ണാദുരൈ MGR കരുണാനിധി എന്നിവരുമായി അടുപ്പം സ്ഥാപിക്കുന്നത്. MGR നായകനായ ദൈവത്തായി, നാനാണയിട്ടാൽ, കാവൽക്കാരൻ, റിക്ഷാക്കാരൻ, ഇതേ കനി തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചത് വീരപ്പനാണ്. രജനീകാന്തിനെ നായകനാക്കി ഊർക്കാവലൻ, തങ്കമകൻ, പണക്കാരൻ, ഭാഷ, കമൽഹാസനെ നായകനാക്കി കാക്കിച്ചട്ടൈ, കാതൽ പരിശു തുടങ്ങിയ ചിത്രങ്ങളും വീരപ്പൻ നിർമ്മിച്ചു. സത്യ മൂവീസ് ബാനറിലാണ് സിനിമ നിർമ്മിച്ചിരുന്നത്. വീരപ്പന്റെ മുന്നിൽ വെച്ച് രജനീകാന്ത് ചെയ്തത് ജയലളിതയെ ചൊടിപ്പിക്കുകയും ചെയ്ത ഒരു ചെറിയൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. അതിവിടെ പരാമർശിക്കുന്നു. ഒരിക്കൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുമായുള്ള ഭിന്നതയ്ക്ക് പിന്നിലെ കാരണം തുറന്നു പറയുകയുണ്ടായി. മുൻ മന്ത്രിയും സിനിമാ നിർമ്മാതാവുമായ RM വീരപ്പന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയിലാണ് രജനീകാന്തിന്റെ തുറന്നു പറച്ചിലുണ്ടായത്. 1995 അന്ന് മന്ത്രി കൂടിയായിരുന്ന RM വീരപ്പൻ നിർമ്മിച്ച് രജനീകാന്ത് നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ഭാഷ തിയേറ്ററുകളിൽ 100 ദിവസം പൂർത്തിയാക്കിയതിന്റെ ആഘോഷവേദിയിൽ താരം നടത്തിയ പ്രസംഗമാണ് ജയലളിതയെ ചൊടിപ്പിച്ചത്. തമിഴ്നാട്ടിൽ ബോംബ് സംസ്കാരം നിലനിൽക്കുന്നുവെന്നായിരുന്നു രജനിയുടെ പ്രസംഗം. സംവിധായകൻ മണിരത്നത്തിന്റെ വീടിനു നേരെയുണ്ടായ ബോംബേറിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രജനീകാന്തിന്റെ പരാമർശം. ഈ സമയം വേദിയിലുണ്ടായിരുന്നിട്ടും എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്ന വീരപ്പനെ മന്ത്രിസഭയിൽ നിന്ന് ജയലളിത പുറത്താക്കി. മന്ത്രി വേദിയിലിരിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് അന്ന് തനിക്കറിയില്ലായിരുന്നു എന്ന് രജനി പറഞ്ഞു. കുറച്ചുനാൾ ഉറക്കം നഷ്ടപ്പെട്ടു. ഇപ്പോഴും ആ വേദനയുണ്ട്. ജയലളിതയോട് ഇക്കാര്യം സംസാരിക്കാൻ ആലോചിച്ചെങ്കിലും വീരപ്പൻ തടഞ്ഞുവെന്നും രജനീകാന്ത് അന്ന് വ്യക്തമാക്കി. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. RMVയുമായി ബന്ധപ്പെടാനും കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ RMVയെ വിളിച്ച് സംഭവത്തിന് ക്ഷമ ചോദിച്ചു. പക്ഷേ മന്ത്രി ഇക്കാര്യം നിസ്സാരമായി തള്ളിക്കളഞ്ഞു. അത് മറക്കാൻ പറഞ്ഞു. പകരം സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളിനെ കുറിച്ച് ചോദിച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം പെരുമാറി. രജനീകാന്ത് പറഞ്ഞു, ഈ ഒരു സംഭവം ഒരു മുറിപ്പാടായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയോട് ഇത് വിശദീകരിക്കാമോ എന്ന് രജനി അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷേ അവർ തന്റെ തീരുമാനം മാറ്റില്ലെന്ന് തിരിച്ച് RMV മറുപടിയും പറഞ്ഞു. അതിനാൽ നിങ്ങളുടെ പേര് നശിപ്പിക്കരുത്. രജനിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കൂടാതെ നിങ്ങൾ അവരുമായി ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ തിരികെ മന്ത്രിയാകേണ്ട ആവശ്യവുമില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മികച്ച മനുഷ്യനും യഥാർത്ഥ കിങ് മേക്കറുമായത്. രജനീകാന്തിന്റെ വാചകം ഇതായിരുന്നു. അതൊരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവാണെന്നും രജനീകാന്ത് കൂട്ടിച്ചേർത്തു. കാരണം അന്ന് വേദിയിൽ അവസാനമായി സംസാരിച്ചത് രജനിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അതിനോട് പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല. രജനീകാന്ത് പറഞ്ഞത് ഇങ്ങനെയാണ്:
ജയലളിതയെ രാഷ്ട്രീയമായി എതിർക്കുവാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്ന് രജനീകാന്ത് പറഞ്ഞു. ഇതാണ് RM വീരപ്പനെ കുറിച്ച് രജനീകാന്തിന്റെ ഒരു അഭിപ്രായം. ഇതാണ് പൊതുവെ RM വീരപ്പനെ കുറിച്ച് പറയാനുള്ളത്. തമിഴ്നാടിന്റെ RM വീരപ്പനെ കുറിച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.